ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കാലിക്കറ്റ് ഡേ ഔട്ട് വ്ളോഗാണ് കാണാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് കാലിക്കറ്റ് പോവാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ പാടെ ഒരു അവിൽ മിൽക്ക് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല ടേസ്റ്റുള്ള അവിൽ മിൽക്കാണ്. അതിനുശേഷം നമ്മൾ നേരെ പോയത് സുഡിയോക്കാണ്. കാലിക്കറ്റ് പോകുമ്പോൾ സുഡിയോവും SM സ്ട്രീറ്റും ഇല്ലാതെ പിന്നെ എന്താ ആഘോഷമല്ലേ. അപ്പം നമ്മൾ നേരെ വിട്ടത് സ്റ്റുഡിയോയിലേക്കാണ്. അവിടുത്തെ AC ഉണ്ടാവും എന്നുള്ള മെയിൻ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ സ്റ്റുഡിയോക്ക് പോയത്. കാരണം ബസ്സിൽ ഭയങ്കര ചൂടായിരുന്നു. പോയ പാടെ എനിക്ക് ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ മെയിൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിന്റെ സെഷനിൽ പോയി. ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻ പക്ഷേ ഇത്തവണ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അധികമൊന്നും ഇല്ലാത്ത പോലെ തോന്നി കേട്ടോ. എന്നാലും ഞാൻ എടുക്കണ്ടേന്ന് വെച്ച് ഒരെണ്ണം എടുത്തു. ഒരു നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 നെയിൽ പോളിഷും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിഡ്സിന്റെ സെഷനിൽ പോയിട്ട് ഞാൻ 2-3 ടീഷർട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കിഡ് സെഷനിൽ ഇത്തവണ കുറച്ച് നല്ല കളക്ഷൻ ഒക്കെ വന്ന പോലെ എനിക്ക് തോന്നിട്ടോ. നല്ല അടിപൊളി ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സ് ചെയ്ത് നോക്കി. ഞാൻ എടുത്ത ആ ഒരു ഉടുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടീഷർട്ടും ഒരു ജീനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ സ്റ്റുഡിയോയിൽ അധികം സമയം കളഞ്ഞില്ല. നമ്മൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റുഡിയോയിലേക്ക് കയറിയത്. കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ അവൾക്കും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ SM-ലേക്കാണ് പോയത് കേട്ടോ. SM-ൽ നല്ല ചൂടാണ്. കാരണം 1 മണി ഒരു 1:30 സമയമാണ് ഈ ഒരു ടൈമിൽ കേട്ടോ. എന്നാലും നമ്മൾ SM-ലൊന്നും പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ശില്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്കയിൽ വീണ്ടും കയറി. കഷ്കയിൽ നിന്ന് അവൾക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. ഈ ഒരു ഫ്രോക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ SM-ന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 2:30 സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് നല്ല വിളികൾ വന്നിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളികൾ. അങ്ങനെ നമ്മൾ ബീച്ച് റോഡിലുള്ള ഒരു കഫേയിലാണ് കയറിയത് കേട്ടോ. ഒരു ലാവസ്റ്റ പിങ്ക് കഫേ എന്ന് പറയുന്ന ഒരു കഫേയിലാണ് കയറിയത്. ഇത് സത്യം പറഞ്ഞാൽ റീൽസിലൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് പോയതാണ് കേട്ടോ. ഇതിന്റെ ഉൾഭാഗം നല്ല ഭംഗിയാണ് കേട്ടോ. ഫുള്ള് പിങ്ക് ഒരു തീമിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫേർണിച്ചർ ആണെങ്കിലും അതിന്റെ മൊത്തം സെറ്റപ്പ് നല്ല അടിപൊളിയാണ്. കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. കോയിൻസിഡന്റ്ലി എന്റെ ഔട്ട്ഫിറ്റും ഈ ഒരു കഫേയോട് നല്ല മാച്ചിങ് ആയിരുന്നു കേട്ടോ. കാരണം പിങ്ക് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു എൻ്റെ. അപ്പം ഞാൻ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓർഡർ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഫോട്ടോഷൂട്ട് ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും മാറി മാറി ഫോട്ടോസ് എടുത്തു. എനിക്ക് തോന്നുന്നു ഇതിന്റെ മോൾ ഭാഗത്തേക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഇവിടെ തന്നെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോൾ തന്നെ കുറെ സമയം പോയി. ചെറിയ ഫംഗ്ഷനുകളൊക്കെ നടത്താൻ നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. ചെറിയ ബർത്ത്ഡേ പാർട്ടി, അതേപോലെ തന്നെ ബ്രൈറ്റ് ടു ബി ഫംഗ്ഷൻ, അങ്ങനത്തെയൊക്കെ നടത്താൻ നല്ല അടിപൊളിയാണ്. നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു ബ്രൈറ്റ് ടു ബി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പിങ്ക് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട്. അങ്ങനെ നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു സ്റ്റാർട്ടർ ആയിട്ട് ഒരു ചിക്കൻ ഡൈനാമൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിത് കേട്ടിട്ടേ ഉള്ളൂ, ഗുജറാത്തി സ്ട്രീറ്റ് ഇതുവരെ പോയിട്ടില്ല. ബീച്ചൊക്കെ വിജനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല പൊരി വെയിലാണ്. ഈ പൊരി വെയിലത്ത് ബീച്ച് പോകുന്നവരെ സമ്മതിക്കും വേണം. എന്നാലും കുറച്ച് പേരൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗുജറാത്തി സ്ട്രീറ്റിലെത്തി. നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പാകത്തിന് കുറേ പെയിന്റിങ്സ് അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ മുന്നിലെല്ലാം നല്ല ബൈക്കുകളും സ്കൂട്ടറുകളൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്നൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഈ ഒരു ഫോർട്ട് കൊച്ചിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് തോന്നിയത് കേട്ടോ. കുറെ പഴയ ബിൽഡിങ്സും അതിൽ കുറെ പെയിന്റിങ്സ് ചെയ്തതൊക്കെയാണ് ഇവിടെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത്. വേറെ ഒന്നും കാര്യമായിട്ട് തോന്നിയില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് ഡാൻസിന്റെ റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ നല്ല ഒരു അടിപൊളി സ്പോട്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എന്തോ ഒരു ചമ്മലായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഒടുക്കത്തെ റിഗ്രറ്റ് ആയിരുന്നു കേട്ടോ. എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ഫോമിന്റെ ഒരു ഐസ്ക്രീമിന്റെ ചെറിയൊരു ഔട്ട്ലെറ്റ് കണ്ടത് കേട്ടോ. ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ശില്പ പറഞ്ഞത് നല്ല അടിപൊളിയാണത്. അങ്ങനെ അവിടുന്ന് നമ്മളൊരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഓരോന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ടേസ്റ്റ് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഒരു ടെൻഡർ കോക്കനട്ടിന്റെ ഒരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് ഹണി. അത് കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നമ്മൾ തൊട്ടടുത്തുള്ള കടലാസ് കഫേയിലേക്ക് പോയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കടലിന്റെ നല്ല വ്യൂ കിട്ടും. നമുക്ക് നല്ല രീതിയിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം നമ്മൾ ഓൾറെഡി നല്ല ടയേർഡായിരുന്നു. കടൽ കാണണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ പോയി ഇരിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ല കേട്ടോ. കാരണം നല്ല വെയിലാണ് പുറത്ത്.
ഈ ഒരു കഫേന്റെ ഈ സെറ്റപ്പ് നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് കടൽ കണ്ടുകൊണ്ട് കടലിന്റെ സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ഫീലാണ്. പക്ഷെ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും പറ്റും. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ കടലിന്റെ സൈഡിലേക്കുള്ള ആ ഒരു ഭാഗം ഫുള്ളി ഓപ്പൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റായിരിക്കും. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ച് അധിക നേരം അവിടെ ഇരുന്നു കേട്ടോ. കാരണം നല്ല സുഖമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. കടലിന്റെ കാറ്റും ഉണ്ടാവും, വെയിലും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കുറെ നേരം ഇരുന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞ് നല്ല റിലാക്സ്ഡ് ആയിട്ട് കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കുട്ടി വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനിയും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.